ഹലോ ഫ്രണ്ട്സ്, എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോളിൽ വീഴുന്ന ലീഗുനെ ക്യുജോങ്ങും ലീഷനും കൂടി രക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം ഇവനാണെങ്കിൽ ക്യുജോങ്ങിനെ തൻ്റെ ഫസ്റ്റ് ലവ് ആയിട്ടാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. പിന്നീട് കണ്ണ് തുറക്കുന്ന ടൈമിൽ ഇവൻ ബെഡിലായിരിക്കും, എന്നാൽ മുന്നിലോ ക്യുജോങ്ങിന് പകരം സെയി ആയിരിക്കും. ഇവളാണെങ്കിൽ താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും വേണമെങ്കിൽ അടിയനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞൊരുമാതിരി രാജാക്കന്മാരെ സംസാരിക്കുന്നത് പോലെയാണ് കേട്ടോ സംസാരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ലീഗുനാണെങ്കിൽ നിനക്കിത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ ഇത്രയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമല്ലോ, ഒന്നില്ലെങ്കിലും നിങ്ങൾ എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നതും, എങ്ങനെയുണ്ട് എൻ്റെ സംസാരം, നല്ല രസമുണ്ടല്ലേ, ഞാൻ ഈ രാജാക്കന്മാരൊക്കെ സംസാരിക്കുന്നത് പോലെ ഒന്ന് ശ്രമിച്ചു നോക്കിയതെന്ന് പറയുന്ന ഇവളോട് ക്യുജോങ് എവിടെയെന്ന് ഇവൻ ചോദിക്കുന്നതും, ചേച്ചി ബിസിയാണ്, ചേച്ചി എനിക്ക് പാസ്വേഡ് പറഞ്ഞു തന്നെ, ഞാനാ ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ എവിടെ പോയി എന്ന് പറയുന്ന ഇവനോട് ഇവള് പറയുന്നുണ്ട്, അതായത് മൊത്തം വിയർപ്പായിരുന്നു, അതൊക്കെ ഞാൻ തുടച്ച് ക്ലീൻ ചെയ്തു എന്ന്. അപ്പോൾ ഇവനാണെങ്കിലോ നല്ലൊരു വിഷമൊക്കെ വരുന്നുണ്ട്. ഇതേ ടൈമിൽ ക്യുജോങ് ആണെങ്കിലോ വീട്ടിൽ പതിവില്ലാതെ അമ്മയെ പോയി സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇവള് ചെയ്യുന്നത് മൊത്തം ഉൾട്ടിയായിരിക്കും കേട്ടോ, അതായത് ഇതൊന്നും ഇവൾക്ക് ശീലമില്ലല്ലോ. അപ്പോൾ അമ്മയാണെങ്കിൽ നിനക്കിത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല അമ്മയിലെ എപ്പോഴും പറയാറ് ഞാൻ മറ്റുള്ള പെൺകുട്ടികളെ പോലെ ഒന്നിനും സഹായിക്കുന്നില്ല എന്ന്, എന്തായാലും ഞാൻ ഇന്ന് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നതും അവസാനം നിവൃത്തികേട് കൊണ്ട് അമ്മ തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നിനക്ക് ജോലിക്കൊന്നും പോകേണ്ടേ എന്ന്. ഇവളാണെങ്കിലും പിന്നീട് എന്ത് ചെയ്യുമ്പോഴും ഇവളുടെ മൈൻഡ് ഓക്കെ ആയിരിക്കില്ല. നെക്സ്റ്റ് സീനിൽ പ്രൊഫസർ ഹായ് നോക്കുമ്പോൾ നേഴ്സ് സോങ്ങും അതുപോലെ ഡോക്ടർ നാമൊക്കെ കൂടി ഇവരെന്തോ കാര്യമായിട്ട് സെർച്ച് ചെയ്യുന്നതും, അപ്പോൾ പ്രൊഫസർ ഹാനാണെങ്കിൽ നേഴ്സ് സോങ് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, ഓ ഞാൻ വയസ്സനാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വരുന്നത്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച, അപ്പോൾ ഏത് റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾ ആലോചിച്ചതാന്ന് പറയുമ്പോൾ പ്രൊഫസർ ഹാനാണെങ്കിൽ, ഓ അതായിരുന്നു, എന്തായാലും പോയിട്ട് വാന്നൊക്കെ പറയുന്ന ടൈമിൽ നിങ്ങൾ അവിടെ ഇല്ലെന്ന് ഇവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹാനാണെങ്കിൽ, ഓ ഞാൻ വയസ്സനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഈ വയസ്സനല്ലേ ഇതിങ്ങനെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന തെയോങ്ങിൻ്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വരണ്ട എന്ന് പറയുന്നതും, അപ്പോൾ നേഴ്സ് ആണെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല എന്ന് ആക്ഷൻ ഇടുന്നുണ്ട്. അപ്പോൾ പ്രൊഫസർ ഹാനാണെങ്കിലോ, എനിക്ക് താല്പര്യമില്ല, കാരണം ഞാൻ വയസ്സനാണല്ലോ, നിങ്ങളുടെ ഏജിനെ പറ്റിയ ആളൊന്നും അല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ടൈമിൽ നേഴ്സ് ആണെങ്കിൽ അദ്ദേഹത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്, നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നില്ലേ എന്ന് അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഗുൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഇവന്റെ ദേഹത്ത് മൊത്തം ഈ പാച്ചസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത് എന്താന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇയാൾക്ക് ഫീവർ നന്നായിട്ട് കൂടുതലുണ്ട് അതുകൊണ്ട് ഒട്ടിച്ചത് എന്ന് സേ പറയുന്നതും, ഇവൾ കാര്യമായിട്ട് തന്നെ ഇവന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഹോട്ട് വാട്ടറിന്റെ ആ ഒരു ബാഗൊക്കെ എടുത്തു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ, ഫീവർ കൂടുതലായെന്ന് പറയുന്ന ഇവളാണെങ്കിൽ ഇവൾക്ക് പനി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഇവളുടെ ഈ ട്രീറ്റ്മെൻറ്റ് കാരണം ഇവന് പനി കുറയല്ല, പകരം പനി കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അയ്യോ ഇതെങ്ങനെ പറ്റിയെന്നൊക്കെ ചോദിച്ച് ഇവൾ കൺഫ്യൂസ്ഡ് അടിക്കുന്നതും അതിനുശേഷം ഇവന് വേണ്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യുജോങ് ആണെങ്കിലോ ഇവന് പുഴുങ്ങിയ മീറ്റൊന്നും ഇഷ്ടമല്ല, അങ്ങനെ എന്തൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇവൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നത്. ആ ടൈമിൽ ക്യുജോങ് വിളിക്കുന്നതും അവന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈമിൽ, ഒരു കുഴപ്പമില്ല ഞാൻ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്, ചേച്ചി ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുന്ന സെയോട്, അതെ ഞാനാണ് നിന്നെ അങ്ങോട്ട് അയച്ചതെന്ന് നീ അയാളോട് പറയേണ്ട എന്ന് ക്യുജോങ് അവിടെ പറയുന്നതും, ഞാൻ പറയത്തില്ല എന്ന് സയ പറയുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ലീഗുനാണെങ്കിൽ ഇവൾ സംസാരിക്കുന്നത് ക്യുജോങ്ങിനോടാണെന്ന് മനസ്സിലാക്കുന്നതും, എനിക്കൊന്ന് ഫോൺ തരുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവന് അസുഖമായതുകൊണ്ട് തന്നെ ശബ്ദം പതുക്കെയായിരിക്കും, സയ അത് കേൾക്കുന്നുമില്ല. ഇവരിങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ ക്യുജോങ് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന്. ഞാൻ നാളെ രാവിലെ വേണമെങ്കിൽ അത്ലറ്റിക് വില്ലേജിലേക്ക് ഇവിടുന്ന് നേരിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അവിടെ ഒറ്റയ്ക്കാണോ നിൽക്കുന്നതെന്ന് ക്യുജോങ് നെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈ ആണെങ്കിൽ അതിനിപ്പോൾ എന്താ, അയാൾ എന്നെ ഉപദ്രവിക്കാനൊന്നും വരത്തില്ലല്ലോ, ഒരു രോഗിയല്ലേ എന്ന് പറയുന്നതും, ഇതേ ടൈമിൽ ലീഗൻ എനിക്ക് ഫോൺ തായോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സൈ ഒന്നും തന്നെ കേൾക്കുന്നില്ല. അവസാനം കേൾക്കുന്ന ടൈമിലോ, താൻ എണീറ്റോ എന്ന് ചോദിച്ച് ഇവള് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഷനാണെങ്കിൽ ക്യുജോങ്ങിനെ വിളിക്കുമ്പോൾ ഇവള് ഫോണൊന്നും എടുക്കുന്നില്ല കേട്ടോ. പ്രാക്ടീസ് ചെയ്യുന്ന ലീഷനാണെങ്കിലോ അപ്പോൾ ഒരു ഫോട്ടോ മെസ്സേജ് വരുന്നുണ്ട്, അതായത് മാനേജർ ഹോങ് ആണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്. ഇവനും ലീഗിനും കൂടി ഫൈറ്റ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ മാനേജർ ഹോങ്ങിനാണല്ലോ കിട്ടിയത്. അപ്പോൾ അന്നത്തെ ദിവസം ആരാണ് അവിടെ വന്നിട്ടുണ്ടായിരിക്കുക എന്ന് നോക്കുന്ന ടൈമിൽ ലിഫ്റ്റിൽ ഒരു അപരിചിതമായിട്ടുള്ള ഒരാളെ കാണുന്നത്, കോട്ടൊക്കെ ഇട്ടിട്ട്. ആ ഫോട്ടോസാണ് ഇവൻ അയച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ലീഷിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇയാളെ സംശയമുണ്ടെന്ന്. അപ്പോൾ ലീഷിനാണെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾ മറ്റാരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നതും, ഞാൻ എന്തായാലും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നുകൂടി ഇൻഫോർമേഷൻസ് ഒക്കെ തപ്പാൻ നോക്കട്ടെ എന്ന് പറയുന്ന ഹോങ്ങിനെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ക്യുജോങ് ആണെങ്കിലും വീട്ടിൽ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നതും, ഹ്യൂനാണെങ്കിൽ ആൻറ്റി എന്നും പെരുമാറുന്നത് പോലെ പെരുമാറും എന്നവിടെ ചോദിക്കുന്ന ടൈമിൽ, നിനക്ക് ഈയിടെയായിട്ട് ഫോണിൽ കളി നന്നായിട്ട് കൂടിയിട്ടുണ്ടെന്ന് ഇവള് പറയുന്നതും, പെട്ടെന്നാണ് ഇവള് ലീഗുന്റെ ഡയറി അവിടെ കാണുന്നത് കേട്ടോ. ഇതെവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുന്ന ടൈമിൽ, അത് പ്രിറ്റി ആൻറ്റിക്ക് ആ ബാഗിൽ നിന്ന് കിട്ടിയതാണെന്ന് ഹ്യൂൻ പറയുന്നതും, പറഞ്ഞതുപോലെ ലീഗുന്റെ ആ ബാഗ് ഇവിടെ ഉണ്ടായ കാര്യം എന്തുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നില്ല എന്ന് ക്യുജോങ് അവിടെ ചിന്തിക്കുന്നുണ്ട്. ഇവളിത് ഓപ്പൺ ചെയ്യുന്നതും ലീഗിന് എഴുതിയിട്ടുണ്ടായിരിക്കുക, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഈ ഒരു ടൈമിലാണ് എന്നോട് പ്രൊഫസർ ഹാന് ഈ ഇമോഷണൽ ഡയറി എഴുതണമെന്ന് പറഞ്ഞിട്ട് ഞാനിത് എഴുതി തുടങ്ങിയതെന്നും, പിന്നീട് വായിക്കുന്ന ടൈമിൽ, അതായത് ഇവൻ ഹൈസ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഹാനിൻ്റെ അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രൊഫസർ ആണെങ്കിൽ നിനക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നീ എഴുതുന്നൊക്കെ പറയുന്നത്, കുറേ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിലും ഒരു പേജിൽ എന്തോ എഴുതിയിട്ട് അവിടെ നിന്നും പോകുന്ന ടൈമിൽ
മിടുക്കൻ, എന്താ ഇവൻ എഴുതിയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുന്ന ടൈമിൽ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക ഡോക്ടർ വിഗ് ആണല്ലേ വെച്ചിട്ടുള്ളത് എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഡോക്ടർക്കാണെങ്കിൽ ആകെ നാണക്കേട് തോന്നുന്നതും ഇത് വായിക്കുന്ന ക്യുജോങ്ങിന് ശരിക്കും ചിരി വരുന്നുണ്ട്. പിന്നീട് കുറച്ച് ദിവസത്തേക്ക് ഡോക്ടർ കൺസൾട്ടേഷന് വരെ സമ്മതിച്ചില്ല എന്ന് അവൻ അവിടെ എഴുതുന്നുണ്ട്. അതുപോലെ ലീഷൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇടയ്ക്ക് പാഴ്സലൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ തുറക്കുമ്പോഴും എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കാറ്. പക്ഷേ അത് അവൻ്റെ ട്രോഫീസും പ്രൈസ് കിട്ടിയതിൻ്റെ ഫോട്ടോസൊക്കെ ആയിരിക്കും, വെറും ഷോ ഓഫ്. ഞാൻ എപ്പോഴും വിചാരിക്കും എന്താ എൻ്റെ പ്രശ്നം എന്ന്. എൻ്റെ പ്രശ്നം മറ്റൊന്നുമല്ല, ഈ ഫാമിലി നെയിം തന്നെയാണ് ലീ എന്ന് പറയുന്ന ഇവൻ. പിന്നീട് പട്ടാളത്തിലാകുന്ന ടൈമിൽ എഴുതുന്നുണ്ട്, അതായത് ഞാൻ എപ്പോഴെങ്കിലും ആ പെൺകുട്ടിയെ കണ്ടുമുട്ടുമോ, അങ്ങനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഫസ്റ്റ് അവൾക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ കൊടുക്കുമെന്ന് പറയുന്നതും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവൾക്കൊരു വിഷമം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ബർത്ത്ഡേയും അവൻ്റെ ബർത്ത്ഡേയും സെയിം ആണെങ്കിലും അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പോലെയല്ല എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാറ്. അവൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് ആ പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവൾ എൻ്റെ സൈഡിൽ നിൽക്കുമായിരുന്നു എന്ന്. ഒരു പക്ഷേ അപ്പോഴും എനിക്ക് പേടിയാണ്, കാരണം ചിലപ്പോൾ ആ പെൺകുട്ടി എൻ്റെ സൈഡിൽ നിന്നില്ലെങ്കിലോ അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കും എന്നൊക്കെയാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക. ഇതൊക്കെ വായിക്കുന്ന ക്യുജോങ്ങിനെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമില് ലീഗുനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നതും ക്യുജോങ്ങിനെ വിളിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് സെയ കയറി വരുന്നതും ഇവനാണെങ്കിൽ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ സെയ്യാണെങ്കിലോ ഇവൻ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നതും എന്ത് ഭംഗിയാലേ കാണാൻ. ഈ കോമിക് ബുക്കിൽ ഓരോ കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കില്ലേ, അവർ നേരിട്ട് വന്നതുപോലെ ഉണ്ടെന്നൊക്കെ പറയുന്നതും പെട്ടെന്ന് ഇവൻ കണ്ണു തുറക്കുന്ന ടൈമിൽ സെയ് എനിക്ക് ശരിക്കും പേടിക്കുന്നുണ്ട്. അത് ശരി, ഉറക്കം അഭിനയിച്ച് കിടന്നതിനെ പറ്റിക്കായിരുന്നില്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്ന ടൈമിൽ അതെ ക്യുജോങ്ങിനെ വിളിക്കോ, ഈ റിമോട്ട് എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്ന ലീഗുനോട് ഇതല്ലേ റിമോട്ട് എന്ന് പറഞ്ഞ് സൈ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അല്ല ഇതല്ല, ഈ ഓഡിയോ ബുക്കിൻ്റെ റിമോട്ടാണെന്ന് പറയുന്ന ലീഗിനോട് ഇതല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ഇവൾ റിമോട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അയ്യോ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, എനിക്ക് ബാറ്ററിയാണ് വേണ്ടത് ഇവൻ പറയുന്നതും. ആ ബാറ്ററി എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് സയ പറയുന്ന ടൈമിൽ ഇവരങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ക്യുജോങ്ങിനോട് വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ് ഇവളെ വിളിക്കുന്ന ടൈമിൽ ഇവൾ ഫോൺ എടുക്കുന്നില്ല. അതെന്ത് പറ്റി ചേച്ചി, ഞാനിപ്പോൾ മുന്നേ വിളിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് സയ വിളിക്കുന്ന ടൈമിലോ ക്യുജോങ് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ലീഗുനാണെങ്കിൽ ഓഹോ അപ്പം മനഃപൂർവ്വം എൻ്റെ കോൾസ് അവോയ്ഡ് ചെയ്യാണല്ലേ എന്ന് അവിടെ പറയുന്നതും ഇവളാണെങ്കിൽ ബാറ്ററീനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്ന ടൈമിൽ ലീഗുനാണെങ്കിൽ പറ്റില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്ത് തരാൻ പറയാന്നോടെ പറയുന്നുണ്ട്. അതായത് ക്യുജോങ്ങിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൈ ആണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, എന്നോട് പറഞ്ഞു എവിടെ ഇരിക്കുന്നതെന്ന് പറയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ തട്ടിപ്പറിച്ച ഫോൺ വാങ്ങുന്നതും അല്ല തൻ്റെ ഉദ്ദേശം എന്താ, താനിത് എവിടെയാണ്, എന്നൊന്ന് കാണാൻ എന്താ വരാഞ്ഞെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇവൾക്ക് ആകെ സങ്കടമൊക്കെ വരുന്നുണ്ട്. ഇവളാണെങ്കിൽ സൈ ഉണ്ടല്ലോ അവിടെ, അവൾ നന്നായിട്ട് കെയർ ചെയ്യും, ആളുകളെ കെയർ ചെയ്യാൻ അവൾ മിടുക്കിയാണെന്ന് പറയുന്നതും അത് ശരിയാ, അവൾ നന്നായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ന് പറയുമ്പോഴേക്കും എന്നാൽ ശരി ഞാൻ ബിസിയാണെന്ന് പറഞ്ഞ് ഇവളങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ലീഗുനാണെങ്കിലോ നല്ല വിഷമം വരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലീഷിനാണെങ്കിലോ ക്യുജോങ് ഫോൺ എടുക്കാത്തത് കൊണ്ട് നേരെ ഇവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിലോ ലീഷിനെ കാണുന്ന ടൈമിൽ ക്യുജോങ്ങിനെ അന്വേഷിച്ചു വന്നതാണ്, ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുമ്പോൾ അങ്ങ് സന്തോഷം വരുന്നുണ്ട്. കാരണം ക്യുജോങ്ങിൻ്റെ ബോയ് ഫ്രണ്ട് അങ്ങാനും ആയിരിക്കും എന്ന് അമ്മ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ കുറേ സമ്മാനങ്ങളൊക്കെ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ക്യുജോങ്ങിനെ അന്വേഷിച്ച് ഒരുപാട് ആണുങ്ങളൊക്കെ വരാറുണ്ട്, പക്ഷെ പെട്ടെന്ന് വന്നപ്പോൾ ഞങ്ങളൊന്ന് സർപ്രൈസ്ഡ് ആയി പോയി എന്ന് അമ്മ പറയുന്ന ടൈമിൽ ഹ്യൂനാണെങ്കിൽ ഇത് ഫസ്റ്റ് ടൈമായെന്ന് അവിടെ പറയുന്നതും അപ്പോൾ ലീഷിന് ചിരി വരുന്നുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ ആ മോനെ നീ അപ്പുറത്ത് പോയി കളിക്കുന്ന പറഞ്ഞ് ഹ്യൂനിനെ അവിടെ നിന്ന് നൈസായിട്ട് പറഞ്ഞയക്കുന്നതും പെട്ടെന്ന് ഇവൻ്റെ മേത്ത് ഈ കോഫി അങ്ങ് തട്ടി വീഴുന്നുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാനില്ലല്ലോ എന്ന് പറയുന്നതും പിന്നീട് ഇവളുടെ അച്ഛൻ്റെ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അച്ഛൻ്റെ ഡ്രസ്സാണ്, അച്ഛൻ മരിച്ചു, പക്ഷേ ഇത് പുതിയതാട്ടോ, അവൾ എല്ലാ ബർത്ത്ഡേക്കും അച്ഛന് ഡ്രസ്സ് വാങ്ങാറുണ്ടെന്ന് അമ്മ പറയുന്നതും ഇത് കേൾക്കുന്ന ലീഷനാണെങ്കിൽ അപ്പം ഇത് നല്ല വിലപ്പെട്ടതാണല്ലേ, ഞാൻ നന്നായി കഴുകി തന്നെ തിരിച്ചേൽപ്പിക്കാം എന്നവിടെ പറയുന്നുണ്ട്. അതിനുശേഷം അമ്മ ഫുഡൊക്കെ ഇവന് കൊടുക്കുന്നുണ്ട്. അമ്മയാണെങ്കിലും ഞാൻ ക്യുജോങ്ങിനെ ഒന്ന് വിളിക്കട്ടെ, അവൾ എപ്പോഴാണ് വരുമെന്ന് അറിയത്തില്ലല്ലോ, മോനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൾ ബിസി ആയിരിക്കും, എല്ലാം കഴിഞ്ഞ് വരട്ടെ, ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് ലീഷൻ പറയുന്നതും അങ്ങനെ ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ സേ ആണെങ്കിലും ഭയങ്കര പ്രിപ്പറേഷനിലായിരിക്കും കേട്ടോ. അതായത് ഈ ബ്രാൻഡിയും അതുപോലെ ഹണിയും കൂടി ഒഴിച്ചിട്ട് ഇവൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതും എന്നിട്ട് ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് ഇവൾ വീണ്ടും ഒഴിക്കുന്നതും അത്യാവശ്യം ടേസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞെടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നേരെ ലീഗുന് കൊണ്ടുപോയി കൊടുക്കുന്നതും ഇതെന്താ ബ്രാൻഡി അല്ലേ, എനിക്കൊന്നും ഇത് വേണ്ട എന്ന് ലീഗുൻ പറയുന്ന ടൈമിൽ അയ്യോ അങ്ങനെ പറയല്ലേ, ഇതേ ഒരു ഇറ്റാലിയൻ റെമഡിയാ, എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തരാറുള്ളത്, അടിപൊളിയാണ്, ഒന്ന് കഴിച്ചു നോക്കിയെന്ന് പറയുന്ന ടൈമിൽ നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ലീഗുൻ തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നതും ഇവള് നല്ല ഫിറ്റ് ആയിട്ടുണ്ടായിരിക്കും, കാരണം ടേസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് കോരിയാണല്ലോ കുടിക്കുന്നുണ്ടായിരുന്നേ. ചേട്ടൻ ഇത് കുടിക്കണം പ്ലീസ്, അല്ലെങ്കിൽ ക്യുജോങ് ചേച്ചി എന്നോട് ചീത്ത പറയും, ചേച്ചിയാ പറഞ്ഞത് ചേട്ടനെ നന്നായിട്ട് നോക്കണമെന്ന്, അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിൽ ക്യുജോങ് നിന്നോട് പറഞ്ഞിരുന്നോ എന്നെ കെയർ ചെയ്യണമെന്ന്, അതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച് ഇവനങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ
അപ്പോൾ സൈയാണെങ്കിലോ അങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നതും പെട്ടെന്ന് ഇവൾക്ക് ഇങ്ങനെ വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന ലീഗുനാണെങ്കിൽ ബെഡിൽ നിന്ന് മാറുന്ന ടൈമിൽ ഇവൾ ആ ബെഡിൽ വീഴുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ക്യുജോങ് ആണെങ്കിലും ആകെ വിഷമത്തില് ഹോസ്പിറ്റൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇവൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ഇവളുടെ സ്ഥിരം ക്ലയന്റ് ഉണ്ടല്ലോ, അയാളാണെങ്കിൽ ഡോക്ടർ ആയിരുന്നു, ഞാനും വിചാരിച്ചു ഏതാ ഒരു സുന്ദരിയായ പെൺകുട്ടി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന്. എന്താ ഡോക്ടറെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഒന്നുമില്ല, എനിക്കെന്തോ ഒരു അസുഖം പോലെ, പക്ഷേ എന്താ അസുഖം എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതും ഒരു ഡോക്ടറായിട്ട് എന്ന് പറയുന്ന ക്യുജോങ്ങിനോട് ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി. ഇവിടെയുള്ള ഏതാണ്ട് ഒരുവിധ ഡോക്ടർമാരെയൊക്കെ എനിക്കറിയാം, അവരുടെ സ്വഭാവത്തെ പറ്റിയിട്ട് അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഡോക്ടറുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കൊരു മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു ഓയിൽമെന്റ് തേച്ചാൽ മാറും അല്ലേ, പക്ഷേ നമ്മുടെ ഹൃദയത്തിനാണ് ഒരു മുറിവ് പറ്റിയില്ലെങ്കിലോ അങ്ങനെ ഓയിൽമെന്റ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഹൃദയത്തിലായിരിക്കും നമ്മൾ നല്ല നല്ല ഓർമ്മകളൊക്കെ സൂക്ഷിക്കുന്നത്. അതുപോലെ ബാഡ് ആയിട്ടുള്ള ഓർമ്മകൾ ഉണ്ടെങ്കിൽ പോലും അത് നല്ലതാക്കി മാറ്റാനുള്ളൊരു കഴിവ് അവിടെയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഓയിൽമെന്റ് ഒന്നും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഈ ഒരു ക്ലയന്റ് പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഇയാളെ ഇങ്ങനെ നോക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് ചില സമയങ്ങളിൽ ഡോക്ടർക്ക് അവരുടെ പേഷ്യൻസിന്റെ കയ്യിൽ നിന്നും ഒരുപാട് പഠിക്കാൻ കിട്ടും. അങ്ങനെ ഇവൾ ആകെ സ്റ്റക്കായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്.